നമസ്കാരം പ്രിയമുള്ളവരെ. ഇറാന്റെ ആണവ വ്യാപന നിരോധന കരാറുമായി ബന്ധപ്പെട്ട മൂന്നാം ഘട്ട ചർച്ച ഒമാന്റെ തലസ്ഥാനമായ മസ്കത്തിൽ പര്യവസാനിച്ചു കഴിയുമ്പോൾ അബ്ബാസ് അറാഖ്ചി ഇറാനെ പ്രതിനിധീകരിച്ചും പശ്ചിമേഷ്യയിലെ അമേരിക്കൻ പ്രസിഡന്റ് പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് അമേരിക്ക പ്രതിനിധീകരിച്ചും ആ ചർച്ച പര്യവസാനിക്കുമ്പോൾ പുതിയൊരു വാർത്ത അന്തർദേശീയ തലത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അതായത് ഇറാന്റെ ഒരു മന്ത്രി മുഹസിൻ പട്നാജാദിന്റെ പ്രസ്താവന ഉണ്ടാകുന്നു. ഇറാനിൽ പുതിയ ഒരു ആണവ നിലയം റഷ്യയുടെ മേൽനോട്ടത്തിൽ പടുതുയർത്തുമെന്നതിനെ കുറിച്ച് അത് വലിയ ചർച്ചയുണ്ടാകുന്ന ഒരു നിമിഷം കൂടിയാണിത്. ആണവ ചർച്ച പുരോഗമിക്കുന്നതിനോടൊപ്പം തന്നെ റഷ്യയുടെ മേൽനോട്ടത്തിൽ ഒരു ഇറാന്റെ ആണവ നിലയം ഇറാനിൽ ഉണ്ടാകുമെന്ന രീതിയിലൊക്കെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇറാനി മന്ത്രിയുടെ പ്രസ്താവനയെ പരാമർശിച്ചുകൊണ്ട് ചർച്ച ചെയ്യുന്ന ഒരു സമയം കൂടിയാണിത്. മറ്റൊന്ന്, ബന്ദർ അബ്ബാസിലെ ഇറാനിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നഗരമായ ബന്ദർ അബ്ബാസിലെ ഷഹീദ് രാജ തുറമുഖത്തുണ്ടായ സ്ഫോടനവുമായി ബന്ധപ്പെട്ടാണ്. പ്രത്യേകിച്ചും അത് ഇറാന്റെ മിസൈൽ ഇന്ധനം സൂക്ഷിച്ചിരുന്ന സ്ഥലം ആണ് എന്ന രീതിയിൽ വാർത്തകൾ പുറത്തു വരുന്നു. ഒപ്പം തന്നെ ഹൂതികൾക്ക് ആവശ്യമായ മിസൈൽ ഇന്ധനം സംഭരിച്ചു വെച്ചിരുന്ന സ്ഥലമാണെന്ന രീതിയിലും, ഒപ്പം ചൈനയുടെ ഇന്ധനം കണ്ടെയ്നറിൽ എത്തിയത് ആ തുറമുഖത്തുണ്ടായിരുന്നു എന്ന രീതിയിലുമൊക്കെ വാർത്തകൾ പ്രചരിക്കുന്നതിനോടൊപ്പം തന്നെ ആ ഇന്ധനം കൈകാര്യം ചെയ്യുന്നതിലെ അനാസ്ഥയാണ് ആ സ്ഫോടനം എന്നതുമായി ബന്ധപ്പെട്ട വിശകലനങ്ങളൊക്കെ മാധ്യമങ്ങൾ നിറഞ്ഞതാണ്. പക്ഷേ ഇറാൻ അത് നിഷേധിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. എന്തായാലും ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുകയാണ്. അതിൽ ഏതെങ്കിലും വിധത്തിൽ ശത്രുരാജ്യങ്ങൾക്ക് പങ്കുണ്ടെങ്കിൽ അവർക്കെതിരെ ആക്രമണം ഉണ്ടാകും. പ്രത്യേകിച്ചും ഇസ്രായേലിനെതിരെ തന്നെ പറയുന്നുണ്ട് ആക്രമണം ഉണ്ടാകും എന്ന രീതിയിൽ ഇറാന്റെ വിദേശകാര്യമന്ത്രിയുടെ പ്രസ്താവന ഉണ്ടാകുന്നതും ഈ അവസരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ്. ഒപ്പം നിരവധി എമർജൻസി വിമാനങ്ങൾ റഷ്യ ഈ ദുരിതാശ്വാസ സ്ഥലത്തേക്ക് അയച്ചു ഇറാനെ സഹായിക്കുവാൻ എന്ന രീതിയിലും വാർത്തകൾ വരികയാണ്. റഷ്യയും ഇറാനും തമ്മിലുള്ള ഒരു സഹകരണത്തിന്റെ ആഴം നാൾക്കുനാൾ വ്യക്തമാകുന്ന നടപടികൾ ഇരു രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്നതും വലിയ രീതിയിൽ തന്നെ അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രത്യേകിച്ചും ആണവ നിലയം ഇറാനിൽ റഷ്യയുടെ സാന്നിധ്യത്തിൽ മേൽനോട്ടത്തിൽ ഉണ്ടാകുന്നു എന്നതും ഈ ബന്ദർ അബ്ബാസിലെ ഈ ഷഹീദ് രാജ തുറമുഖത്തുണ്ടായ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് അവിടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനൊക്കെ റഷ്യയുടെ സഹായം ഉണ്ടായി എന്ന വാർത്തയും ഒക്കെ ചേർത്ത് വയ്ക്കുമ്പോൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഒരു ദൃഢമായ ബന്ധത്തിന്റെ ആഴം ആ മേഖലയിൽ നിറഞ്ഞു നിൽക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. മറ്റൊന്ന്, ഗസയെ സംബന്ധിച്ചാണ്. ഗസയിൽ ഇസ്രായേൽ അവരുടെ പട്ടിണി യുദ്ധം തുടരുന്നു എന്ന രീതിയിൽ തന്നെയാണ് അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രത്യേകിച്ചും ഈ ഗർഭിണികൾക്ക് ആവശ്യമായ മരുന്നുകൾ, ഒപ്പം ഡയാലിസിസ് രോഗികൾക്ക് ആവശ്യമായ മരുന്നുകളൊക്കെ തടഞ്ഞു വെക്കുന്നു ഇസ്രായേൽ അതിർത്തിയിൽ എന്ന രീതിയിൽ വാർത്തകൾ പുറത്തു വരികയാണ്. ഒപ്പം ആഹാര വസ്തുക്കളുടെ ശേഖരവും ഏകദേശം പര്യവസാനിച്ചു കഴിഞ്ഞു. ടിൻ ഫുഡുകൾ കഴിച്ചുകൊണ്ടാണ് ഇപ്പോൾ ആളുകൾ ജീവൻ നിലനിർത്തുന്നത്. 16 വയസ്സിനു താഴെയുള്ള കുട്ടികൾക്കിടയിൽ വലിയ തോതിൽ പോഷകാഹാരക്കുറവ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു എന്ന വാർത്തയും പുറത്തു വരികയാണ്. ഇസ്രായേൽ ഗസയിൽ പട്ടിണി യുദ്ധമാണ് നയിക്കുന്നത് എന്ന രീതിയിൽ തന്നെയാണ് മാധ്യമങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഗസയിലെ വിശകലനവും നടക്കുന്നത് എന്ന ഈ അവസരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ്. മാത്രമല്ല, ഇസ്രായേൽ പ്രാദേശികമായി കൃഷിയിടങ്ങൾ ഗസയിലെ വ്യാപകമായി നശിപ്പിക്കുന്നു എന്ന രീതിയിലുള്ള വാർത്തകളും പുറത്തു വരികയാണ്. വെള്ളവും ആഹാരവും അവിടെ ഉപരോധിക്കുന്നതിനോടൊപ്പം തന്നെ ഗസയിലെ കൃഷിയിടങ്ങൾ നശിപ്പിക്കുകയാണ്. കാരണം അവിടെ നിന്ന് കിട്ടിയുന്ന വിള ഉപയോഗിച്ച് ആഹാരം നിലനിർത്തുവാനുള്ള ശ്രമവും ഗസാനിവാസികളുടേത് ഇല്ലാതാക്കുവാനുള്ള ശ്രമമാണ് ഇസ്രായേൽ നടത്തുന്നതെന്ന രീതിയിലൊക്കെ വലിയ വിമർശനങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയം കൂടിയാണിത്. ഒപ്പം തന്നെ ഇസ്രായേലിന്റെ ആഭ്യന്തര പ്രശ്നങ്ങളുമൊക്കെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇസ്രായേലിന്റെ ആഭ്യന്തര സുരക്ഷാ ഏജൻസിയുടെ തലവനും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തമ്മിലുള്ള രൂക്ഷമായ വാഗ്വാദങ്ങളും പരസ്പര ഗോഗോവിളിയുമൊക്കെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നു എന്നതും ഈ അവസരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി നിലനിൽക്കുകയാണ്. തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങുകയാണ്. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.